ഈ കത്ത് കൊടുത്തയച്ചത് മുസ്ലിം സാംസ്കാരിക വേദി നാദാപുരം. ഇതിന് ചെയർമാൻ PB കുഞ്ഞബ്ദുള്ള ഹാജി, ഇതിന്റെ കൺവീനർ സൂപ്പിക്കുട്ടി മാസ്റ്റർ, ഇതിന്റെ ട്രഷറർ ജമാൽ ഹാജി. ഈ കത്ത് കൊടുത്തയച്ചപ്പോൾ ഇവിടുത്തെ SYSന്റെ പ്രവർത്തകർ അതിന് മറുപടി കൊടുത്തയച്ചു. മറുവശത്തിനും അവർ ഇതുപോലെ കത്ത് കൊടുത്തിരുന്നു. ആ കത്തിന് മുജാഹിദുകൾ പ്രതികരിച്ചോ? ഞങ്ങൾക്കറിയില്ല, അവരെഴുതിയ ഞാൻ വായിക്കാം. ഞങ്ങൾക്കിപ്പോൾ അവര് ഒരു അഭിനന്ദന ലെറ്റർ തന്നു. അങ്ങനെ നാദാപുരം മേഖലയിലും പുറത്തും അറിയപ്പെടുന്ന ഒരു പൊതുകാര്യ പ്രസക്തനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളുമായ വരപ്പുറത്ത് കുഞ്ഞബ്ദുൽ ഹാജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുകയും രണ്ട് വിഭാഗത്തെയും ഒരു പൊതുവേദിയിൽ ഒന്നിച്ചിരുത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ രണ്ട് വിഭാഗത്തെയും സമീപിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് SYS മേഖലാ കമ്മിറ്റിക്കും KNM മേഖലാ കമ്മിറ്റിക്കും ഞങ്ങൾ കത്തുകൾ നൽകിയത്. ഏതായാലും നാദാപുരത്തെ മുസ്ലിം ജനസമൂഹത്തിന്റെ ആശയാഭിലാഷങ്ങൾക്ക് മുമ്പിൽ അനുകൂല പ്രതികരണം കാഴ്ചവെച്ച താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞങ്ങൾക്ക് അവർ തന്ന കത്താണ് ഇത്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു സാംസ്കാരിക വേദിയുടെ ഒരു കത്തിനെ പറ്റി ഇവിടെ പരാമർശമുണ്ട്. അപ്പോ അത് നമ്മുടെ പ്രവർത്തകരുടെ കയ്യിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോ തന്നെ അവരൊന്ന് അന്വേഷിച്ചു. നമ്മൾ നോക്കിയാലോ, ഇങ്ങനെ ഇതിൽ പറഞ്ഞ സനതൊക്കെ ശരിയാണോ നോക്കണ്ടേ. അപ്പൊ അതിന്റെ ലെറ്റർ പേഡിലുള്ള ആദ്യത്തെ പേരൻ ആരാണ്? വരപ്രത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞൂടാ. വരപ്രത്ത് കുഞ്ഞബ്ദുള്ള ഹാജി അദ്ദേഹമാണ് ഈ സാംസ്കാരിക വേദിയുടെ ചെയർമാനായിട്ട് ആ ലെറ്റർ പേഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? വേഗം പോയി ഇതെന്താ അതിന്റെ സത്യാവസ്ഥ? വരപ്പുറത്തെ കുഞ്ഞബ്ദുള്ള ഹാജി, കാരണം ഒന്നാമത്തെ സനദിലെ ഒന്നാമത്തെ റാവി തന്നെ വരപ്പുറത്തെ കുഞ്ഞബ്ദുള്ള ഹാജിയാണല്ലോ. അപ്പൊ മൂപ്പരോടൻ പോയി ചോദിക്കുക എന്താ അതിന്റെ നിജസ്ഥിതി. വരപ്പുറത്തെ കുഞ്ഞബ്ദുള്ള ഹാജിയെ നമ്മുടെ പ്രവർത്തകർ സമീപിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി അറിയോ? നിങ്ങളാണോ ഇത് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളാണോ ഈ കാര്യം എഴുതിയിട്ടുള്ളത്? നിങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ചുരുങ്ങിയൊരു ഭാഗം ഇൻഷാ അല്ലാഹ് ഇവിടെ ഒന്ന് കാണിക്കാണ്. ഈ ഓരോരുത്തരെ കൊണ്ടൊന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു എന്നൊക്കെ പേരോടിന് ആക്ഷേപമുണ്ട്. നമ്മൾ കാര്യങ്ങൾ കാണിക്കാനാണ്. നിങ്ങൾക്ക് അങ്ങനെ പല വേലകളുണ്ട്. വേലിയുടെ കാര്യത്തിലുള്ള ഇന്റർവ്യൂ വരാൻ പോകുന്നു. വേലിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒപ്പിച്ച വേലക്ക് ഇനിയും ഇന്റർവ്യൂ വരാൻ പോകുന്നു. അതിന്റെ മുമ്പ് വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയുമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. ഈ വിഷയത്തിൽ എന്താ അതിന്റെ നിജസ്ഥിതി എന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മുസ്ലിം സാംസ്കാരിക വേദികളുടെ ലെറ്റർ പേഡും ഈ സംഘടന വ്യാജാണ്. നിങ്ങളതിന്റെ ചെയർമാനാണ്. നിങ്ങൾ PB കുഞ്ഞബ്ദുള്ള ഹാജി ചെയർമാൻ എന്നാണ് അവർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിയില്ല. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിട്ട് അവരോട് ചോദിച്ചോ എന്താണ് എന്റെ പേരിൽ ഇങ്ങനെ കൊടുത്തത്? സത്യത്തിൽ നിങ്ങളെ മഞ്ചേശ്വരുള്ള കേസിൽ ഇപ്പൊ നിയമപരമായിട്ട് ഞാൻ മറ്റൊരു ചെയർമാനാ കാണുന്നില്ലല്ലോ ചെയർമാനാ. ഈ സൂപ്പിക്കുട്ടി മാസ്റ്റർ അറിയോ? നിങ്ങൾ അറിയോ? ഇവരാണ് ഇന്ന് കൺവീനർ എന്ന് കൊടുത്തിട്ടുള്ളത്. സൂപ്പിക്കുട്ടി മാസ്റ്റർ ജമാലാജിനാണ്. ഈ സംഘടന അറിയില്ല, ലെറ്റർ പേഡ് അറിയില്ല. ഈ ലെറ്റർ പേഡിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ കുഞ്ഞബ്ദുള്ള ഹാജി പറഞ്ഞ ആളെ നാട്ടിലുള്ള സർവ്വസമ്മതനായ ഒരു വ്യക്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരിത് പറയുന്നത്. അപ്പൊ അതാണ് പോയിന്റ്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം കുഞ്ഞബ്ദുള്ള ഹാജി ഇവിടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന പൊതുകാര്യ പ്രസക്തനായ ആള്. അപ്പൊ ആ നിലക്ക് കുഞ്ഞബ്ദുള്ള ഹാജി മുന്നിലുണ്ട് എന്നുള്ള നിലക്കാണ് അവര് അതിന്റെ പിന്നിലാണ് എല്ലാ കൂട്ടിമാറ്റിലും എല്ലാ കളികളും നടത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ നിങ്ങള് അറിഞ്ഞില്ല കാര്യങ്ങളൊക്കെ. ചെയർമാനാവുകയല്ല, അങ്ങനത്തെ ഒരു വേദിക്ക് എന്നെ വിളിക്കുക. വിളിച്ചാൽ ഞാൻ പോവാ, വിളിച്ചാൽ പോയില്ല. കണ്ടോ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അറിയില്ല, ഞാൻ എന്നിട്ട് വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാട്ട് പോവില്ല. അതിൻ്റെ ഇടയിലൂടെ ചോദിക്കേണ്ട ഹുസൈൻ സലഫിക്ക് ഇനി ഇവിടെ പരിപാടി വെക്കാൻ ഇനി സമ്മതിക്കൂല, ഇതിൻ്റെ ശേഷം ഇത് കത്തിന് മറുപടി തരാത്തതുകൊണ്ട് ഇനി ഇവിടെ പരിപാടി നടക്കൂല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം അദ്ദേഹം അഭിമുഖത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അത് ഒരു കൂട്ടർക്ക് മാത്രമല്ലല്ലോ, അവർക്കും വെക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് വെക്കാൻ പറ്റൂല്ലെങ്കിൽ അവർക്കും പറ്റൂലല്ലോ. അപ്പൊ ഇതൊക്കെ കൃത്യമായി കണ്ടോ. അപ്പൊ വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണ് അതിൽ ചെയർമാനായിട്ട് അഭിമുഖത്തിൽ പറയും. ആ ലെറ്റർ പേഡിൽ തന്നെ പേരോട് തന്നെ എടുത്ത് കാണിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ സമീപത്ത് പോയപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പൊ സനത് അവിടെ പൊളിഞ്ഞു. എന്നിട്ട് അതും പൊക്കി പിടിച്ചാ പറയുന്നത്, കണ്ടോ അങ്ങനെ വെല്ലുവിളി ഉണ്ടായിട്ട് ഓടിയിരിക്കണേ. ഇതാ നിങ്ങളുടെ വേറൊരു വെല്ലുവിളി ഉണ്ടല്ലോ, പേരോട് തന്നെ വെല്ലുവിളിച്ചൊരു വെല്ലുവിളി ഉണ്ടല്ലോ. അതെന്താ പേരോട് വിളിച്ച വെല്ലുവിളി?
ഫർള് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അവിടെ പറഞ്ഞിരുന്നു നമ്മള്. ഫർള് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അങ്ങനെ മാതൃകയില്ലാത്ത സംഗതിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു നമസ്കാര ശേഷമുള്ള ഒരു കൂട്ടുപ്രാർത്ഥന അതിന് മാതൃകയില്ല. അത് സംബന്ധമായ ഇബാറത്തുകളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ അന്ന് എന്തു ചെയ്തു? പേരോടെന്ത് ചെയ്തു? ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണിയാണ് വായിച്ച് കേൾപ്പിച്ചിട്ട് പേരോട് മുസ്ലിയാര് എന്താ പറഞ്ഞു എന്നറിയോ? മൗലവി, ആ ഉദ്ധരണിയുടെ അവസാനത്തിൽ കദുആഇൽ ഖുനൂതി വനഹ്വിഹി എന്നുണ്ട്. വനഹ്വിഹി എന്നത് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. അല്ലെന്ന് തെളിയിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ആൺകുട്ടികൾ ഉണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ആൺകുട്ടികൾ ഉണ്ടേന്ന് പറഞ്ഞ മൂപ്പര് പറയണേ, മൂപ്പര് വേറെന്തിനോന്നാ വിചാരിച്ച്. മൂപ്പർക്ക് അതാ പരാതി. മൂപ്പര് പറയണേ ആൺകുട്ടികൾ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ ആൺകുട്ടികൾ ഉണ്ടെന്നല്ല പറയണേ, കിതാബ് നോക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതാർക്കും മനസ്സിലാവില്ലേ? അത് ചോദിച്ചിട്ട് അതിന് മറുപടി ആയിട്ട് ആൺകുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്നെയാണ്. പിന്നെ വേറെന്തിനാ കുറ്റ്യാടിയിലേക്ക് പ്രത്യേകം ചെല്ലാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞ കാര്യത്തിനോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മനസ്സിലാകുന്നില്ല. അപ്പോ ഈ വെല്ലുവിളിയാണ് ഇപ്പൊ മുജാഹിദുകൾക്ക് നേരെ തൊടുത്തു വിട്ടത്. ഈ വെല്ലുവിളി മുജാഹിദുകൾ സ്വീകരിക്കുന്നു. തിരിച്ചങ്ങോട്ടും ചോദിക്കട്ടെ, കദുആഇൽ ഖുനൂതി വനഹ്വിഹി എന്ന് ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിലെ ആ വാചകം നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണെന്ന് തെളിയിക്കാൻ AP സമസ്തയിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഒരുങ്ങട്ടെ. അപ്പോൾ മുജാഹിദുകൾ അതിനെ നേരിടുന്നതാണ് ഇൻഷാ അല്ലാഹ്. പോരെ നിങ്ങൾക്ക്? എന്നിട്ട് അതും പറഞ്ഞോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓരോന്ന്. നിങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഇവിടെ കാര്യമായി പ്രസംഗിച്ച മറ്റൊരു കാര്യം ഒരു വേലി വിവാദമാണ്. വേലി വിവാദം. ആ വേലി വിവാദത്തിൽ നമ്മൾ അന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു വേലി ആരും നമ്മൾക്കെതിരെ ഒരു വേലി കെട്ടിയിട്ടില്ല, നമ്മൾ അങ്ങോട്ട് കിടക്കരുതെന്ന നിലക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം അദ്ദേഹം ചെയ്തതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ബഹുമാന്യനായ ആലി ഹസനാജി എന്ന് പറയുന്ന ആ മാന്യ സഹോദരന്റെ തന്നെ വാക്കുകൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കേൾപ്പിച്ചിരുന്നു. അപ്പൊ ഇവരൊരു വേല ഒപ്പിച്ചല്ലോ. ഇനിയിപ്പോ എന്താ മറുപടി അറിയാ? ഇനിയിപ്പോ എന്താ അതിന് പറയാ? അപ്പൊ ഒരാളെ ഏർപ്പാട് ചെയ്തു, പുറത്തുനിന്ന് അങ്ങനെ വിളിച്ചിട്ട് ചില കാര്യങ്ങള് വളരെ കൃത്രിമത്വം നടത്തിയിട്ട് ഒരാൾ അവതരിപ്പിക്കാണ്. അത് സംബന്ധമായിട്ട് എന്താ ഉണ്ടായത് എന്ന് ചില ചോദ്യങ്ങളൊക്കെ പിന്നെ പേരോട് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മൂപ്പര് സ്ഥാപിക്കാണ് ഈ ആലി ഹസനാജി പരിപാടിക്കെതിരെ തന്നെയാണ്. അതുപോലെ തന്നെ സലഫിയുടെ ഈ ഗണ്ണന പ്രസംഗം കൊണ്ട് സലഫിക്ക് പരാജയമാണ്. പേരോടിന്റെ വാദത്തിനൊന്നും മറുപടി അറിയാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ ആലി ഹസനാജി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് ആലി ഹസനാജിയുമായിട്ട് ഫോണിലൊരു സംസാരം, എന്നിട്ട് അതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയെന്നല്ലേ എന്നിങ്ങനെയുള്ള ഒരു അവതരണം. എന്താ ഇതിന്റെ നിജസ്ഥിതി എന്ന് ആലി ഹസനാജിനോട് നമുക്ക് ഇനിയും ബന്ധപ്പെടാലോ. ആലി ഹസനാജിയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം അതിന്റെ നിജസ്ഥിതി പറയുന്നത് ഇതാ അടുത്ത ഇന്റർവ്യൂ ഒന്നുകൂടി കേട്ടോളൂ. നാദാപുരത്ത് താങ്കളുടേതായി കിടക്കുന്ന സ്ഥലത്ത് ഇനി ആരും പരിപാടി സംഘടിപ്പിക്കരുത് എന്ന് കരുതിയാണ് താങ്കൾ ആ സ്ഥലം വേലി കെട്ടി അടച്ചത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിൽ സലഫിയെ താങ്കൾ ഉദ്ദേശിച്ചിരുന്നു? ഇല്ല, സലഫിയെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ വേലി കെട്ടി മുട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, സലഫിക്ക് ആ സ്ഥലം എൻ്റെ മുൻ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സലഫിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥലം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഞാൻ പറയുന്നു, എന്നും പറയാൻ തയ്യാറാണ്. എന്നും എൻ്റെ അടുത്തുള്ള ഈ സ്ഥലം എൻ്റെ അടുത്തുള്ള കാലത്തോളം എന്ത് ചെയ്യൂ, സലഫിക്ക് ഈ സ്ഥലം ഞാൻ എന്ന് വേണമെങ്കിലും ഞാൻ കൊടുത്തോളും. അടുത്ത ചോദ്യം തന്നെ, സലഫിക്ക് പരാജയമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുന്നത് നോക്കൂ. താങ്കളുമായി പേരോടിൻ്റെ ആൾ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഈ പരിപാടിയിൽ സലഫിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതായി ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭാഷണം കണ്ടു. സത്യത്തിൽ താങ്കൾ സലഫിയെയാണോ ഉദ്ദേശിച്ചത്? ഒരിക്കലും സലഫിയല്ല, ഞാൻ പേരോടിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പേരോടിന് ഒരു മറുപടിയും പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നല്ല മാറ്റങ്ങൾ നാദാപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട്. അത് മാത്രമല്ല, എൻ്റെ ഈ സംഭാഷണം ടെലിഫോൺ സംഭാഷണം